ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു നാടൻ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചക്കക്കുരുവും മുരിങ്ങക്കായും കറി വെച്ചത്. നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ ഇത് നല്ലൊരു കറിയാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. ചക്കക്കുരു മുരിങ്ങക്കായ കറിക്ക് വേണ്ടി ഇത്രയും ചക്കക്കുരുവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ വേകുന്ന ചക്കക്കുരുവായിരിക്കണം. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി 2 വലിയ മുരിങ്ങയ്ക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 3 എത്രയെങ്കിലും എടുക്കാം. അതും അതിനെല്ലാം കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എരിവിനായിട്ടൊരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ എടുക്കുക. അതും ഒന്ന് രണ്ടായിട്ട് നെടുക ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പുളിക്ക് ആവശ്യമായിട്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെയും തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് പുളിയുള്ള മാങ്ങയല്ല, എന്നാൽ അത്യാവശ്യം പുളിയുണ്ട് താനും. ഇന്ന് ഞാൻ കുക്കറിലാണ് ഇത് വെക്കുന്നത്. അപ്പം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചക്കക്കുരു അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങക്കായ കൂടി ഇടാം. മാങ്ങ അതുകൂടി ഇതിലേക്ക് ചേർക്കാം. കുക്കറിലായതുകൊണ്ട് എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ചങ്ങ് ചേർക്കാം. ഞാൻ പച്ചമുളകും ചേർക്കാം. കുറച്ച് ഉപ്പിടാം. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. അത് വേകുന്നതിന് ആവശ്യം, അതായത് നികക്ക വെള്ളം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. നമുക്ക് കുക്കർ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ പാത്രത്തിൽ വേണമെങ്കിലും വെക്കാം. ഇത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ ചിരണ്ടിയതാണ് എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ഉള്ളി. ഇതെല്ലാം കൂടെ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അത് നമ്മുടെ കുക്കർ 2 വിസിൽ വന്നു. ചക്കക്കുരുവും മുരിങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. മാറട്ടെ. അത് നമ്മുടെ അരപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് പാത്രത്തിൽ വെക്കുവാണെങ്കിൽ ആദ്യം ചക്കക്കുരു ഇട്ട് ഒരു പകുതി വേഗമാകുമ്പോൾ മുരിങ്ങക്കായും മാങ്ങായും പച്ചമുളകും ഇട്ടാൽ മതി. കുക്കറിൻ്റെ ആവിയെല്ലാം പോയി നമ്മുടെ ചക്കക്കുരുവൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഞാനിത് ഈ പാത്രത്തിലേക്ക് മുരിങ്ങക്ക അങ്ങോട്ട് ആദ്യമേ കോരിയിടുവാണ്. കാരണം മുരിങ്ങക്ക ഉടഞ്ഞു പോകരുത്, അല്ലെങ്കിൽ അപ്പം നാര് പോലെ ഇരിക്കും. അതുകൊണ്ടാണ്. എന്നാൽ ചക്കക്കുരു ഒന്ന് ഉടയുകയും വേണം. അതുകൊണ്ട് ആദ്യമേ നമ്മളൊരു പാത്രത്തിലേക്ക് ആ മുരിങ്ങക്ക ഇടാം. ഇനി ആ ചക്കക്കുരു ഒന്ന് ഉടച്ചെടുക്കണം. എല്ലാം ഉടയണ്ട, എന്നാലും ഒരു ഈ പാകായാൽ മതി. അതുകൊണ്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കുമ്പോൾ നമ്മുടെ മുരിങ്ങക്ക ഉടഞ്ഞു പോകാതെ വേണം. കാരണം അത് ഉടഞ്ഞു പോകുമ്പോഴത്തേന് അത് നാര് പോലെ ഇങ്ങനെ കിടക്കും. അതിലും നല്ലത് മുഴുവത്തിനോടെ കിടക്കുവാണ്. ഈ ഉടഞ്ഞെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിക്കുക. ഇത് തണുക്കുമ്പം കുറുകും. അതുകൊണ്ട് നമ്മൾ വെള്ളം ഇച്ചിരി ചേർത്ത് വേണം ഇത് അടുപ്പേ വെക്കാനായിട്ട്. ഇനി നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. ഒരുപാട് തിളച്ച് വരണ്ട, ഒരു തിള വന്നാൽ മതി. ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കടുക് വറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ.
1 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം. ഇത് 3 ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടി ചേർക്കാം. ഈ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് വറ്റൽമുളക് കൂടെ ചേർക്കാം. 3 വറ്റൽമുളകാണ് ചേർക്കുന്നത്. തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇത്ര മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിലുള്ളൊരു കറിയാണ് ചക്കക്കുരു. നല്ല മുരിങ്ങക്കായും മാങ്ങായും നല്ലൊരു നാടൻ കറിയാണ്.